5 കാര്യങ്ങൾ ആരല്ലാതെ അറിയില്ല, അള്ളാഹു അല്ലാതെ അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയാമെന്നല്ല അതിന്റെ അർത്ഥം. ഇതുകൊണ്ട് ഇപ്പൊ നമുക്കെന്ത് തോന്നിപ്പോയി? 5 കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാം? എല്ലാവർക്കും ഇല്ല. അല്ലാഹു തആല ഈ 5 കാര്യങ്ങൾ അവൻ പ്രത്യേകം ഉദ്ദേശിച്ച ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്തെങ്കിലേ ഉള്ളൂ, അല്ലാത്തവർ അറിയിക്കില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും പൊതുവായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, ജനറലായിട്ട് നൽകപ്പെടുന്ന ഇൽമാണോ എന്നർത്ഥം. അതല്ല 5 കാര്യങ്ങൾ അല്ലാതെ അറിയില്ല, ബാക്കി എല്ലാ കാര്യവും ആൾക്കാർക്ക് അറിയാമെന്നാണോ ഇപ്പൊ അതിനർത്ഥം? അങ്ങനെ പറയാനേ പാടില്ല, അത് അദബുകേടാണ്. പിന്നെന്താ, ഈ 5 കാര്യങ്ങൾ പ്രത്യേകം ആർക്കെങ്കിലും അല്ല അറിയിച്ചു കൊടുത്തെങ്കിലും അറിയുള്ളൂ. അപ്പൊ നമുക്ക് സ്വാഭാവികമായി അതിനകത്തൊക്കെ സംശയമുണ്ട്. മത്തസ എപ്പോഴാ ഖിയാമത്ത് നാളെന്ന് ജിബ്രീൽ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ഇന്ന സമയത്ത് ഉണ്ടാവുന്നല്ല. വൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിന സായിലി, ചോദിക്കപ്പെട്ടവരെ ചോദിച്ചവരെക്കാൾ അതിനെക്കുറിച്ച് വലിയ വിവരമില്ല. അള്ളാഹ് അറിയിച്ചു കൊടുത്താലേ അത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അകത്ത് കിടക്കുന്ന കുട്ടി ആണോ പെണ്ണോ സ്കാനിങ്ങിലൂടെ അറിയുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ, ഈ സ്കാനിങ് ആര് പഠിപ്പിച്ചു കൊടുത്ത? ആരാണ് പഠിപ്പിച്ചത്? അല്ലാഹു തആല ഓരോരുത്തരുടെ ബുദ്ധിയിൽ ഇതിട്ട് കൊടുത്ത് അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി സ്കാനിങ് പഠിപ്പിച്ചത് അല്ലയല്ലേ? അപ്പൊ ആ അറിവ് എന്ത് ചെയ്യുന്നുണ്ട്? ആണോ പെണ്ണാണോ അകത്ത് കിടക്കുന്നത് അതിനെ സ്കാനിങ്ങുകാർക്ക് പറയാൻ പാടില്ല, തെറ്റാണ്, നിയമവിരുദ്ധമാണ്. പറഞ്ഞാൽ സ്കാനിങ് സെന്റർ പൂട്ടും നിയമത്തിന്റെ പിന്നിൽ. അപ്പോ ഇങ്ങനെ പെണ്ണോ ആണോ അകത്ത് കിടക്കുന്ന കുഞ്ഞ് എന്നറിയില്ല. പിന്നെ മരണം എപ്പോഴും ഉണ്ടാവും, എവിടെ വെച്ചുണ്ടാവും, ഇതും ആർക്കും അറിയില്ല. നാളെ എന്ത് സംഭവിക്കും ആർക്കും അറിയില്ല. മഴ എപ്പോഴും ഉണ്ടാവും എന്നും ആർക്കും. ഇങ്ങനത്തെ 5 കാര്യങ്ങൾ, ഇങ്ങനെ 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അള്ളാഹു മാത്രമാണ് അതിൻ്റെ അറിവുകാരൻ. ആ കാര്യം ആർക്കെങ്കിലും അത് അറിയിച്ചു കൊടുത്താൽ അറിയും എന്നല്ലാതെ അത് പ്രത്യേകിച്ച് ജനറലായിട്ട് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നർത്ഥം. ബാക്കി ജനറലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വിവരമിട്ടിരിക്കുകയാണ്. അതിങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യും, എല്ലാവർക്കും വായിക്കുന്ന. കാരണം ജനറൽ കമ്പാർട്ട്മെന്റും റിസർവ് കമ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ടല്ലോ. ഇത് റിസർവ് ആണോ ഇതില്ല, അത് പ്രത്യേകക്കാർക്ക് മാത്രമേ ഉള്ളൂ. അത് ദുനിയാവിൽ മനസ്സിലാക്കാനൊരു രൂപം പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അള്ളാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ മറ്റുള്ള എല്ലാവർക്കും അറിയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. മറ്റതൊക്കെ ജനറൽ ആയിട്ട് അള്ളാഹു അതിന്റെ ഇൽമിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഇൽമു പ്രത്യേകം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവൻ അറിയിച്ചു കൊടുക്കും. ഇല്ലാമൻ നിർത്തല വേറൊരു ആയത്തിലുണ്ട്, അള്ളാഹ് തൃപ്തിപ്പെട്ട ഒരുത്തർക്ക് ഒഴിച്ച് അതിനെ അറിയിച്ചു കൊടുക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അറിയിച്ചു കൊടുക്കും.